ഹായ്, എല്ലാവർക്കും അസ്സലാമലൈക്കും മക്കളെ, നമസ്കാരം. എല്ലാവർക്കും സുഖമാണോ? ഞങ്ങളുടെ ഇന്നത്തെ പാചകം തുടങ്ങിയിട്ടുണ്ട്. ഇത് മുളകും മല്ലിയും മഞ്ഞൾപ്പൊടി കുരുമുളകും പൊടി ഇത്രയും ചേർത്തിട്ടുണ്ട്. ഇതെന്തിനാണെന്നറിയാമോ? മുളകും പുളിയും കറി വെക്കാനാണ്. ഞങ്ങൾ പുളിയും മുളകും കറി എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണാൻ എൻ്റെ പഴയ ചാനൽ പോയി, ഇത് പുതിയ ചാനലാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ ഞങ്ങൾക്കിന്ന് കിട്ടിയ മീൻ എന്താണെന്ന് കാണിച്ചു തരാം. ചാള മീനാണ് കിട്ടിയത്. ചാളയെന്നും പറയും, മത്തിയെന്നും പറയും. ഞങ്ങളിവിടെ മെയിനായിട്ട് ചാള മീൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മീൻ കറി വെക്കാനാണ് ഈ മുളകും പൊടിയും മല്ലിപ്പൊടിയൊക്കെ മൂപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ചാള മുട്ടപ്പി കിട്ടി. ചാളയിലൊരു പരിഞ്ഞിലില്ലേ, ഇതാ പരിഞ്ഞിൽ, അതിൻ്റെ മേലിൽ സവാള ഇതെല്ലാം പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. അത് കിട്ടിയിട്ടുണ്ട്. അത് ചാളയിൽ നിന്ന് കിട്ടിയത് കുറച്ചേ ഉള്ളൂ. ബാക്കി മുളക് പൊടി സവാളയൊക്കെയാണ് പച്ചമുളകും മെയിനായിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാം കാണണം. കണ്ട പരിഞ്ഞിൽ ചാള മുട്ടപ്പി. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണാൻ എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ പാചകം ഇവിടെ തുടങ്ങാം. നമ്മളെ ചാള മുട്ടപ്പരിഞ്ഞിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സവാളയും പച്ചമുളക് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി പെരുംജീരകപ്പൊടി ഇത്രയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ചാള മുട്ടപ്പരിഞ്ഞിലും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുളിമുളക് ഞാൻ പല 3-4 രീതിയിൽ വെക്കും. ഇന്ന് ഇതെല്ലാം കൂടെ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം മുളക് മല്ലി എല്ലാം വറുത്ത് മിക്സിയിൽ അടിച്ച് കലക്കി വെച്ചിരിക്കുകയാണ്. 3-4 രീതി ഞാൻ വെക്കും. ഇപ്പോൾ ഇത് ഇന്ന് വേറെ രീതിയിലാണ് വെക്കുന്നത്. ഇതിപ്പോൾ ഇനി തക്കാളിയൊക്കെ ഇടണം, കറിവേപ്പില ഇടണം, കുറച്ച് പറ്റിക്കും. ഞാൻ ഇച്ചിരി വെള്ളം കൂട്ടി വെച്ചിട്ട് അത് പറ്റിച്ച് വെച്ചതിന് ശേഷമേ മീനിടത്തുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കാണണം. അപ്പോൾ നമ്മളെ ചാള മത്തി മീൻ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി 2-3 വെള്ളത്തിനും കൂടെ കഴിയാലേ എനിക്കൊരു തൃപ്തിയാകത്തുള്ളൂ. ഇനി ഇതിൻ്റെ കൂടെ 1-2 കാര്യങ്ങളുടെ ഓക്കെ ആക്കണം. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കാണണേ, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. നമ്മളെ പുളിമുളകിൻ്റെ ചാറ് നല്ലതുപോലെ തിളച്ച് മറിഞ്ഞ് കിടക്കണം. അപ്പോൾ ഇതിലോട്ട് ഇടാനാണെങ്കിൽ തക്കാളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. നമ്മളെ മുട്ടപ്പരിഞ്ഞിലെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ കറിവേപ്പില ഇടണം. തക്കാളി ഒന്ന് വെന്ത് വരട്ടെ. കറി നല്ല തിളച്ച് നല്ല ഇതിൻ്റെ കൂടെ ഇനി ബീറ്റ്റൂട്ട് തോരനുണ്ട്, മോര് കറിയുണ്ട്, പിന്നെ അച്ചാറുണ്ട്. ഒരുപാട് വീഡിയോസ് നീണ്ടു പോകണ്ടെന്ന് പറഞ്ഞ് എല്ലാ ഐറ്റവും കൂടെ ഒന്നും എടുക്കുന്നില്ല ഞാൻ. വീഡിയോസ് പെട്ടെന്ന് നിങ്ങൾക്ക് കണ്ട് ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യാം. അതേ രീതിയിലേ ഞാൻ വീഡിയോസ് എടുക്കുന്നുള്ളൂ. ഇപ്പോൾ നമ്മളെ ചാള പുളിമുളക് റെഡി ആയിട്ടുണ്ട്. എണ്ണ കുറച്ച് എടുത്തിട്ടുണ്ട്, കുറച്ചുകൂടെ ഒന്ന് എണ്ണ ഒഴിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും കാണുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളെ പുളിമുളക് ഓക്കെ ആയി. ഇതിൻ്റെ കൂടെ ഇനി ബീറ്റ്റൂട്ട് തോരനുണ്ട്, അച്ചാറുണ്ട്, മോര് കറിയുണ്ട്, നമ്മളെ ചാള മുട്ടപ്പരിഞ്ഞിൽ റെഡിയാക്കിയുണ്ട്. അൽഹംദുലില്ലാ. ഓക്കെ, എൻ്റെ വീഡിയോസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ഇടണം, എല്ലാവരും വീഡിയോസ് കാണണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റൂ. ഓക്കെ, ഈ വീഡിയോസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, ടാറ്റാ, ബൈ.